എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രിയ പ്രദീപ്, ഡെപ്യൂട്ടി ഡയറക്ടർ, ഇഗ്നോർ റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രം. എന്നോടൊപ്പം ഇന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ടി.ആർ. സത്യകീർത്തി, ഡെപ്യൂട്ടി ഡയറക്ടർ, ഇഗ്നോർ റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രം. ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും അതിൻ്റെ തിരുവനന്തപുരം റീജിയണൽ സെൻറ്ററിനെ കുറിച്ചുള്ള കുറച്ച് പൊതുവായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനാണ്. അപ്പോൾ എൻ്റെ കൊളീഗായ ഡോക്ടർ സത്യകീർത്തി ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. അതായത് നമ്മളുടെ സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്ക്, അതായത് സ്റ്റുഡൻസിൻ്റെ എണ്ണം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഏകദേശം 30 ലക്ഷം മുതൽ 40-45 ലക്ഷം വരെയുള്ള കുട്ടികൾ നമ്മളുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. ഇനി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിലൂടെയും അതേപോലെ തന്നെ ഓൺലൈൻ സിസ്റ്റത്തിലൂടെയായിരിക്കും ഈ പഠനങ്ങൾ നടന്നു പോകുന്നത്. ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. ഓപ്പൺ ഇൻ ദ സെൻസ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റീസും നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതായത് നമുക്ക് നമ്മളുടെ പഠന ക്രമം, അതായത് നമുക്ക് ഇപ്പം ഡിഗ്രി പ്രോഗ്രാം ആണെങ്കിൽ അത് 3 വർഷമാണെങ്കിൽ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അത് 5 വർഷം വരെ. അതേപോലെ തന്നെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം 2 വർഷമാണ് നമ്മളുടെ മിനിമം ടൈം എന്ന് പറയുന്നത്. അതേപോലെ മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് 4 വർഷം. അങ്ങനെ 1 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം ആണെങ്കിൽ അതിന് 2 ഇയർ വരെ മാക്സിമം പീരീഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലെക്സിബിലിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് അഡ്മിഷൻ എടുക്കാം, എവിടെ വേണമെങ്കിലും പഠിക്കാം, പരീക്ഷകൾ എവിടെ വേണമെങ്കിലും എഴുതാം. അതേപോലെ തന്നെ അഡ്മിഷൻസ് തന്നെ 1 വർഷത്തിൽ തന്നെ 2 പ്രാവശ്യമുണ്ട്. അതായത് ജനുവരിയിലും ജൂലൈയിലും അഡ്മിഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ പരീക്ഷകൾ എഴുതാനും നമുക്ക് ജൂണും ഡിസംബറും മാസങ്ങളിൽ നമുക്ക് പരീക്ഷകൾ, അപ്പോൾ 2 പ്രാവശ്യം പരീക്ഷ ഉണ്ട്. അതേപോലെ തന്നെ 2 പ്രാവശ്യം അഡ്മിഷൻസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മളിതിനെ ഒരു ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒത്തിരി ഫ്ലെക്സിബിലിറ്റീസ് ഉള്ള ഒരു സിസ്റ്റമാണ്. പിന്നെ പിന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഓപ്പൺ എന്ന് പറയുന്നതിന് ഈ ഫ്ലെക്സിബിലിറ്റീസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസിലൂടെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ യൂണിവേഴ്സിറ്റീസിൽ അല്ലെങ്കിൽ സാധാരണ കോളേജസിൽ പഠിക്കുന്നതിനുപരി ആയിട്ട് ഇവിടെ നമ്മൾ ഒരു ഡിസ്റ്റൻസിലൂടെയാണ് പഠിക്കുന്നത്. അതായത് നമുക്ക് റെഗുലറായിട്ട് ക്ലാസ്സുകൾ എല്ലാ ദിവസവും ക്ലാസ്സുകളില്ല, മറിച്ച് ക്ലാസ്സുകൾ നമുക്ക് ശനി, സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ അല്ലെങ്കിൽ ഹോളിഡേയ്സ് ഈ ദിവസങ്ങളിലായിരിക്കും നമുക്ക് ഈ പഠനം നടക്കുന്നത്, അതായത് ക്ലാസ്സുകൾ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ ഒരു റെഗുലറായിട്ട് നമ്മൾ സാധാരണ കോളേജസിൽ പഠിക്കുന്നത് പോലെ എല്ലാ ദിവസവും ക്ലാസ്സുകളിന് പകരമായിട്ട് ഈ അവധി ദിവസങ്ങളിൽ മാത്രമായിട്ടാണ് ഈ ക്ലാസ്സുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളിതിനെ ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം എന്ന് കൂടി പറയുന്നത്. അപ്പം അതാണ് ഈ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റം എന്ന് നമ്മൾ ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതേപോലെ തന്നെ ഇത് കൂടാതെ തന്നെ ഇപ്പം ഓൺലൈൻ സിസ്റ്റവും നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. ഓൺലൈൻ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം നമ്മൾ ഓൺലൈനിലൂടെയായിരിക്കും നമ്മളുടെ അഡ്മിഷൻസ്, അതേപോലെ തന്നെ പഠന രീതി, അതായത് ലേണർ മാനേജ്മെൻറ്റ് സിസ്റ്റംലൂടെയായിരിക്കും നമ്മൾ ഈ പഠനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ ഓൺലൈൻ സിസ്റ്റം എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ 2 രീതിയിലും പഠനം ഉള്ളതാണ് ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ പ്രസൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതായത് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏകദേശം 67 റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പം പുതുതായിട്ട് 1-2 റീജിയണൽ സെൻറ്റേഴ്സും കൂടി വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി കൂട്ടി ഏകദേശം 70 റീജിയണൽ സെൻറ്റേഴ്സോളം നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട്. അതായത് ഓരോ സ്റ്റേറ്റിലും 1-2 റീജിയണൽ സെൻറ്റേഴ്സ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ പുറം രാജ്യങ്ങളിൽ, അതായത് ഗൾഫ് കൺട്രീസിൽ, പിന്നെ പാൻ ആഫ്രിക്കൻ, അതായത് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലുള്ള മറ്റ് രാജ്യങ്ങളിലും നമ്മുടെ ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് ഏകദേശം 40ഓളം രാജ്യങ്ങളിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് പ്രസൻസ് ഉള്ളത് കൊണ്ട് ഇതൊരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് തന്നെ പറയാം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏകദേശം 30 ലക്ഷം മുതൽ 40-45 ലക്ഷം വരെയുള്ള കുട്ടികൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിട്ട് പറയപ്പെടുന്നത്.
ഇനി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇത് കൂടാതെ തന്നെ ഒത്തിരി ഇത് റിക്കഗ്നീഷൻസ് ഉണ്ട്. അതായത് കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് എൻ്റെ അവാർഡ്സ്, പിന്നെ അതുപോലെ തന്നെ ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ അവാർഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇൻ്റർനാഷണൽ റിക്കഗ്നീഷൻസ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നാക്കിൻ്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാക്കിൻ്റെ അക്രഡിറ്റേഷനിൽ A++ കിട്ടുന്ന ആദ്യത്തെ ഈ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റത്തിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതുകൂടാതെ തന്നെ നാഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റാങ്ക് 1 നിൽക്കുന്നത്. അപ്പം ഇത്രയും എന്താ പറയുക റിക്കഗ്നീഷൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ പഠന രീതി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏകദേശം 70ഓളം റീജിയണൽ സെൻറ്റേഴ്സ് ഇന്ത്യയിൽ ഉടനീളമുണ്ട്. അപ്പം നമ്മളുടെ റീജിയണൽ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് അത് ഈ റീജിയൻ വൈസ് ആയിട്ട് ഓരോ റീജിയൻസിനെ കേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഈ റീജിയണൽ സെൻറ്റേഴ്സിൻ്റെ കീഴിൽ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ട്. അതായത് സ്റ്റഡി സെൻറ്റേഴ്സ് നമ്മൾ നോർമലി റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോളേജസ്, അതായത് ഗവൺമെൻറ് റിക്കഗ്നൈസ്ഡ് കോളേജസ് അല്ലെങ്കിൽ UGC റിക്കഗ്നൈസ്ഡ് കോളേജസിൽ അതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലായിരിക്കും നമ്മുടെ ഈ പഠന കേന്ദ്രങ്ങളെന്ന് പറയും. നമ്മൾ അതിനെ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് അവിടെ നിന്ന് സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമ്മളതിനെ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സിലൂടെയാണ്, ഈ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ് കൂടാതെ തന്നെ ഓരോ റീജിയണൽ സെൻറ്ററിലും ഈ പറയുന്ന പോലെ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട്. അപ്പം ഈ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ് വഴിയാണ് കുട്ടികളുടെ പഠനങ്ങൾ നടന്നു പോകുന്നത്. അതായത് അവിടുത്തെ തന്നെ അധ്യാപകരോ അല്ലെങ്കിൽ വേറെ അധ്യാപകരോ ആയിരിക്കും ഈ പഠനത്തിൽ അവരെ കുട്ടികളെ പഠിപ്പിക്കുന്നതും അവരുടെ പഠനത്തിൽ സഹായിക്കുന്നത്. ഇനി ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് എപ്പോഴും വന്ന് അവർക്ക് ഇൻട്രാക്ട് ചെയ്യാം, അവരുടെ ചോദ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾക്കും എല്ലാം മറുപടി നൽകുന്ന, അതുകൂടാതെ തന്നെ അവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്ററാണ് ഈ പറയുന്ന പോലെ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ് ഇപ്പം ഒരു റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിൽ തന്നെ നിരവധി ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഏകദേശം 10,000-കണക്കിന് ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ് ഇന്ത്യയിലുടനീളം ഉള്ളതാണ്. ഇനി നമ്മുടെ ഇപ്പം ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇഗ്നോ റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രമാണ്. ഇഗ്നോ റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് നമുക്ക് 4 ജില്ലകളാണ് ഇതിൻ്റെ കീഴിൽ വരുന്നത്. അതായത് നമുക്ക് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ല, അതേപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഈ 4 ജില്ലകളും കൂടി ചേരുന്നതാണ് ഈ പറയുന്ന ഇഗ്നോ റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 4 ജില്ലകളിലെ കുട്ടികളാണ് ഈ പറയുന്ന ഇഗ്നോ റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രത്ത് പഠിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ ഈ 4 ജില്ലകളിലായിട്ട് നിരവധി ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന സെൻറ്ററുകളാണ്. അതായത് കോളേജസിൽ ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് കന്യാകുമാരിയിൽ ST ഹിന്ദു കോളേജ് നമ്മുടെ ഒരു ലേണർ സപ്പോർട്ട് സെൻറ്ററാണ്. അപ്പം അതേപോലെ തന്നെ ഇപ്പം തിരുവനന്തപുരത്താണെങ്കിൽ മാറിവാനിയസ് കോളേജ്, അങ്ങനെ എല്ലാ ജില്ലകളിലും ഈ പറയുന്ന 4 ജില്ലകളിലും ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ് ഉണ്ട്. ഈ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ് എല്ലാം ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ UGC റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ ആയിട്ടുള്ള കോളേജുകളിലോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് ഇത് ഉള്ളത്. അപ്പോൾ ഇത്രയും ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ് ഈ പറയുന്ന നമ്മുടെ ഇഗ്നോ റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രത്തിൻ്റെ കീഴിൽ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഇഗ്നോ റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രത്തിൻ്റെ കീഴിൽ ഇപ്പം നമ്മൾക്ക് ഏകദേശം 25,000 മുതൽ 30,000 വരെ സ്റ്റുഡൻസ് നമ്മളുടെ ഈ റീജിയണൽ സെൻറ്ററിൻ്റെ ഇഗ്നോ റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രത്തിൻ്റെ കീഴിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ഇഗ്നോ റീജിയണൽ സെൻറ്ററിനെ കുറിച്ചും അതേപോലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു പിക്ചർ. പൊതുവായി കുട്ടികളിലൊക്കെ പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യം, ഏതൊക്കെ തരം പ്രോഗ്രാമുകളാണ് ഇഗ്നോ ഓഫർ ചെയ്യുന്നത്, പ്രത്യേകിച്ചും ട്രിവാൻഡ്രം റീജിയണൽ സെൻറ്ററിന് കീഴിൽ ഏതൊക്കെ ഡിസിപ്ലിനുള്ള പ്രോഗ്രാമുകൾ ഓഫർ ചെയ്യുന്നുണ്ട്? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കൂടുതൽ വിശദമാക്കാമോ? അതെ, ഇപ്പം നമുക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 300+ എന്ന് നമുക്ക് തന്നെ പറയാം, 300-ൽ മേളിൽ പ്രോഗ്രാമുകളുണ്ട്. അപ്പം ഇപ്പം ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ODL സിസ്റ്റം, അതായത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റത്തിൽ നമ്മൾ
അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകൾ അത് നമുക്ക് പറയാം. അതായത് നമ്മൾ എല്ലാ കോഴ്സസും, അതായത് ഈ നമ്മൾ സാധാരണ പറയുന്ന കോഴ്സുകൾ എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മളുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അതിനെ നമ്മൾ പ്രോഗ്രാമുകൾ എന്നാണ് പറയുന്നത്. അതായത് BA പ്രോഗ്രാം, അല്ലെങ്കിൽ BSc പ്രോഗ്രാം, അല്ലെങ്കിൽ MA പ്രോഗ്രാം, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ കുട്ടികളെ അല്ലെങ്കിൽ ഈ പഠിതാക്കളെ നമ്മൾ പറയുന്നത് ലേണേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് സ്റ്റുഡൻസ് എന്ന് നമ്മൾ പറയാറില്ല, മറിച്ച് നമ്മൾ ലേണേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മളുടെ ഈ പറയുന്നത് പോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പൺ എന്നുള്ള ഇതിൽ നമുക്ക് ഉള്ള ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്, നമ്മളുടെ പഠിതാക്കൾ എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള പഠിതാക്കൾ നമ്മുടെ ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ ഇപ്പോൾ ഏജ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സെഗ്മെൻറ്റിൽ നിൽക്കുന്നത് കൊണ്ട് അവരെ പഠിതാക്കളെന്നാണ് പറയുന്നത്. അതേപോലെ അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം സ്റ്റുഡൻസിന് പകരം നമ്മൾ ലേണേഴ്സ് എന്ന് പറയും. അതേപോലെ തന്നെ കോഴ്സുകൾക്ക് പകരം നമ്മൾ പ്രോഗ്രാം എന്ന് പറയും. അതേപോലെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ നമ്മൾ അക്കാഡമിക് കൗൺസിലേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം ആ പേരിനൊരു പ്രത്യേകതയുണ്ട്. അക്കാഡമിക് കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ട്യൂട്ടറിങ്ങും ഉണ്ട്, അതായത് പഠനമുണ്ട്, അവരെ കൗൺസിൽ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട്. അതായത് ഇപ്പം നമ്മളുടെ പഠിതാക്കളെന്ന് പറയുന്നത് ഒരു വേരീഡ് ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ്. അതായത് 18 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള. അപ്പം അവർ വരുന്ന ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവർക്കുള്ള അവരുടെ ചുറ്റുപാടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് അവരുടെ പഠനം എന്ന് പറയുന്നത് ഇപ്പം കുട്ടികൾ ഈ പറയുന്ന പഠിതാക്കളെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്രോബ്ലംസുമായിട്ട് വരുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇതിൽ നിന്ന് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് അവരുടെ പഠനത്തിന് ഒരു കൗൺസിലിംഗ് കൂടി ആവശ്യമാണെന്നാണ് നമ്മൾക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളുടെ അധ്യാപകരെ അല്ലെങ്കിൽ നമ്മളുടെ പഠിതാക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ നമ്മൾ അക്കാഡമിക് കൗൺസിലേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഈ 3 ടേംസ് നമ്മുടെ ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് അക്കാഡമിക് കൗൺസിലേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു രീതി, അല്ലെങ്കിൽ ആ പഠനത്തിന് അല്ലെങ്കിൽ ആ പഠിപ്പിക്കുന്നതിനെ നമ്മൾ അക്കാഡമിക് കൗൺസിലിംഗ് എന്നും, അതേപോലെ തന്നെ നമ്മുടെ കോഴ്സസിനെ നമ്മൾ പ്രോഗ്രാംസ് എന്നും പറയും. അതേപോലെ തന്നെ നമ്മുടെ പഠിതാക്കളെ നമ്മൾ ലേണേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത്രയും പ്രത്യേകതകൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങും ഓൺലൈൻ ലേണിംഗ് പ്രോസസ്സിലും ഇത് പ്രത്യേകതകളായിട്ട് ഉണ്ട്. ഇനി നമുക്ക് ഉള്ള പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഏകദേശം 300+ പ്രോഗ്രാംസ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട്. അതായത് നമുക്ക് സർട്ടിഫിക്കറ്റ് ലെവലിലുള്ള 6 months പ്രോഗ്രാം മുതൽ, അതായത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് എന്ന് പറയും. അതേപോലെ തന്നെ PG സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് എന്ന് പറയും. അത് ഏകദേശം 1 year ആണ് അതിൻ്റെ ഇത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. 6 months പ്രോഗ്രാം എന്ന് പറയുന്നത് അത് 1 year വരെ അതിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ 1 year പ്രോഗ്രാം ആണെങ്കിൽ അത് 2 years വരെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇനി 3 year പ്രോഗ്രാം ആണെങ്കിൽ അതിന് 5 years വരെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇനി 2 year മാസ്റ്റർ പ്രോഗ്രാം ആണെങ്കിൽ അതിന് 4 year വരെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മുടെ ഉള്ള ഫ്ലെക്സിബിലിറ്റീസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ നിരവധി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാംസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒത്തിരി പ്രോഗ്രാംസ് നമുക്ക് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ് ഈ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്. എസ്പെഷ്യലി എന്ന് വെച്ചാൽ അവർക്ക് ഒരു പ്രത്യേക സ്കില്ല് ആർജിക്കാൻ പറ്റും. ആ കൂട്ടത്തിൽ തന്നെ അത് കുറച്ചുകൂടെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ് ഈ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇത് ആഡ് ഓൺ പ്രോഗ്രാംസ് ആയിട്ടും കൂടി നമുക്കത് എടുക്കാൻ പറ്റും. എന്തെന്ന് വെച്ചാൽ ഇപ്പം ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരുമിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു ജോബ് ഓറിയൻറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും അതിന് കിട്ടുന്നത്. അതുകൊണ്ട് അത് അഡീഷണൽ ആയിട്ടുള്ളൊരു ആഡഡ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ PG സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഇത് നോർമലി ഇതിന് 1 year ആണ് ഇതിൻ്റെ കാലയളവ്. അപ്പം അതിന് 10+2 ആയിരിക്കും ഇതിൻ്റെ. ചില പ്രോഗ്രാംസിന് 10th സ്റ്റാൻഡേർഡ് മതി, ചില പ്രോഗ്രാംസിന് +2 വേണം. അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രോഗ്രാംസ്, അതായത് ഇപ്പോൾ നമുക്കറിയാം ഇതെല്ലാം 4 year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസാണ് FIUP എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഈ FIUP പ്രോഗ്രാമിന് തന്നെ ഒത്തിരി പ്രത്യേകതകളുള്ളതാണ്. നമുക്ക്
മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് സിസ്റ്റം അതിനകത്ത് ഉണ്ട്. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതായത് ഇത്രയും ക്രെഡിറ്റ്സ് ഏൺ ചെയ്തതിന് ശേഷം, ഇനി ക്രെഡിറ്റ്സിനെ കുറിച്ച് ഞാൻ പറയാം. ഇത്രയും ക്രെഡിറ്റ്സ് ഏൺ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആ പഠനത്തിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് വേറെ ഒന്നെങ്കിൽ തൊഴിലുമായിട്ട് പോകാം, അല്ലെങ്കിൽ വേറൊരു പ്രോഗ്രാമിന് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ചേരാം. അതാണ് ഈ പറയുന്ന പോലെ മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക് എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ പിന്നെയും വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന പോലെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് നമുക്കത് അതിനെക്കുറിച്ച് പറയാം. ഇപ്പം നമുക്ക് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് നമ്മളുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രത്യേകതയാണ്, അത് നമുക്ക് 160 ക്രെഡിറ്റ്സ് ആണ്. അതായത് 4 ഇയർ പ്രോഗ്രാമിന് തന്നെ ഓരോ വർഷവും 40 ക്രെഡിറ്റ് ആണ് അതിനകത്ത് വരുന്നത്. അതായത് മറ്റുള്ള യൂണിവേഴ്സിറ്റീസായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ക്രെഡിറ്റ്സ് കുറവും നമ്മൾ കൂടുതൽ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ കൂടുതൽ അറിവും നമുക്കതിലൂടെ നേടാൻ പറ്റുന്നതാണ്. ഇപ്പം നോർമൽ യൂണിവേഴ്സിറ്റീസായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ഒരു 15 ക്രെഡിറ്റ്സ് എങ്കിലും കുറവാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഈ പറയുന്നത് പോലെ 3 ഇയറിൽ വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം, 2 ഇയറിൽ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, 1 ഇയർ കഴിയുമ്പോൾ എക്സിറ്റ് ചെയ്യാം, 4 ഇയർ കഴിയുമ്പം അത് ഓണേഴ്സ് പ്രോഗ്രാമായിട്ട് എടുക്കും. ഇനി ഓണേഴ്സ് പ്രോഗ്രാം തന്നെ നമ്മൾ ഫുള്ളി ആ വർഷം 4ാമത്തെ വർഷം മൊത്തം നമ്മളത് റിസർച്ച് മാത്രമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് BSc അല്ലെങ്കിൽ BA ഏതാണ് ഓണേഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഡയറക്റ്റായിട്ട് നമുക്ക് PhDക്ക് എൻട്രി നേടാവുന്ന ഒരു അഡ്വാൻറ്റേജ് കൂടി ഈ പറയുന്ന പോലെ 4 ഇയർ ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിന് ഉണ്ട്. അപ്പം അതാണ് നമ്മുടെ ഈ ബാച്ചിലേഴ്സ് ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. ഇനി ഇതിപ്പം നമുക്ക് അതിനകത്ത് സ്കിൽ ബേസ്ഡ് പ്രോഗ്രാംസ് ഉണ്ട്, കമ്പൽസറി ആയിട്ടുള്ള എൻവയൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകതയും കൂടി ഇതിനകത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇത് ക്രെഡിറ്റ് ബേസ്ഡ് ആണ്. അപ്പം ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 30 മുതൽ 32 മണിക്കൂർ ഉള്ള പഠനമാണ്. പഠനം എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചേരുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് പഠിക്കുന്നതും നമ്മൾ ക്ലാസ്സിൽ അധ്യാപകർ പഠിപ്പിക്കുന്നതും നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യുന്നതും ഇതെല്ലാം ഈ പറയുന്ന പോലെ 4 ഇയർ ഈ ക്രെഡിറ്റ്സിൽ നമ്മൾ ഈ പറയുന്ന പോലെ 30 മുതൽ 32 എന്ന് പറയുന്ന ആ മണിക്കൂറുകളിൽ ഇത് പെടുന്നതാണ്. അപ്പം അതാണ് ഈ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ 1 ക്രെഡിറ്റ് ഈസ് ഈക്വൽ ടു 32 hours ഓഫ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഒരു 4 ഇയർ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 160 ക്രെഡിറ്റ്സ് ആണ്. അപ്പോൾ 160 × 30 അതാണ് അത്രയും മണിക്കൂറുകളിലെ പഠനമാണ് ഈ പറയുന്ന 4 ഇയർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ആ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി 1985 നിലവിൽ വന്നത് മുതൽ ഉള്ള ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന പോലെ ക്രെഡിറ്റ് സിസ്റ്റം. അത് വളരെ മുമ്പേ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ നമ്മുടെ NEP 2020 അന്ന് തന്നെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണ്. അന്നത്തെ ഇതിൽ ഈ പറയുന്ന പോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇങ്ങനെയുള്ള പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ മാത്രമേ ഈ പറയുന്ന പോലെ ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ക്രെഡിറ്റ് സിസ്റ്റം ആയിരുന്നു നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഉള്ളത് മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ്. നമുക്ക് സയൻസിലുണ്ട്, അതേപോലെ തന്നെ കൊമേഴ്സ്, ആർട്സ്, ഇതിലെല്ലാത്തിലും ഹ്യൂമാനിറ്റീസിലെല്ലാം നമുക്ക് മാസ്റ്റേഴ്സ് പ്രോഗ്രാമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം 2 വർഷമാണ് ഈ മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉള്ളതുപോലെ 4 വർഷം വരെ നമുക്ക് മാക്സിമം പീരീഡ്, അതായത് മിനിമം പീരീഡ് 2 വർഷവും മാക്സിമം പീരീഡ് 4 വർഷവുമാണ്. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് PhD പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ PhD പ്രോഗ്രാംസ് എല്ലാ സെഗ്മെൻറ്റ്സിലും എല്ലാ സബ്ജക്ട്സിലും നമുക്ക് അവൈലബിൾ ആണ്. ഇനി PhD പ്രോഗ്രാമിന് നമുക്ക് അതിന് ഓൾറെഡി കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷനിലൂടെയാണ് അഡ്മിഷൻ നടത്തുന്നത്. എൻട്രൻസ് എക്സാമിനേഷനിൽ വിജയിക്കുന്നവർക്ക് അവർക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അഡ്മിഷൻ നേടിക്കഴിയുമ്പോഴത്തേക്ക് അതിന് ഈ പറയുന്നത് പോലെ ഒരു കോഴ്സ് വർക്കുണ്ട്, 1 ഇയർ ആയിട്ടുള്ള കോഴ്സ് വർക്കുണ്ട്. ഈ കോഴ്സ് വർക്കിന് ശേഷം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കോ ഗൈഡിനെയൊക്കെ വെച്ചിട്ട് അവർക്ക് അവരുടെ PhD പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് നമ്മളുടെ. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ്, PG സർട്ടിഫിക്കറ്റ്, PG ഡിപ്ലോമ, ഡിഗ്രി പ്രോഗ്രാം, അതായത് FIUP ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം, അതേപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം, പിന്നെ PhD, ഇങ്ങനെ ഇത്രയും സെഗ്മെൻറ്റ്സിലാണ് നമുക്ക്
ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പം ഇതിലെല്ലാത്തിലൂടെയും നമുക്ക് ഏകദേശം 300 മേളിൽ പ്രോഗ്രാംസ് നിലവിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുണ്ട്. നമുക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റി ഒന്ന് പറയാമോ? ഏതൊക്കെ ടൈമാണ് അഡ്മിഷൻ എടുക്കുന്നത്, എന്തൊക്കെ ക്രൈറ്റീരിയ ആണ്? സാധാരണ ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ ഇഗ്നോയിൽ ഒരു പ്രോഗ്രാമിന് ചേരാൻ പോകുമ്പോൾ അവർക്ക് എന്തൊക്കെ ക്രൈറ്റീരിയ അവർ ഫുൾഫിൽ ചെയ്യണം, അതുപോലെ ഏത് ടൈമിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കും. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി 2 പ്രാവശ്യം നമുക്ക് അഡ്മിഷനുണ്ട്. അതാണ് ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓപ്പൺ എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നമ്മൾ കാണാവുന്ന ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് ഈ പറയുന്ന പോലെ അഡ്മിഷൻസ് ട്വൈസ് ഇൻ എ ഇയർ എന്ന് പറയുന്നത്. അതായത് ജനുവരിയിലും അഡ്മിഷൻസ്, അതേപോലെ തന്നെ ജൂലൈ അഡ്മിഷൻസ്. ഇപ്പോൾ ഇപ്പം നമ്മളുടെ അഡ്മിഷൻസ്, ഈ ജനുവരി അഡ്മിഷൻസ് എന്ന് പറയുമ്പോൾ ഇതിപ്പം ജനുവരി മാസമാണ് നമ്മുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഇപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം മുതൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം വരെയുള്ള എല്ലാ പ്രോഗ്രാംസിനും ഇപ്പം അഡ്മിഷൻ എടുക്കാവുന്ന ഒരു സമയമാണ്. ഇപ്പം ജനുവരി അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഡ്മിഷൻസ് എടുക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എല്ലാം ഓൺലൈനിലാണ് നമ്മൾ, അതായത് ത്രൂ ഓൺലൈൻ സിസ്റ്റമാണ് നമ്മൾ അഡ്മിഷൻ. അപ്പം അതിന് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഫേയിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇഗ്നോയുടെ വെബ്സൈറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഗ്നോയുടെ വെബ്സൈറ്റ് www.ignou.ac.in. അപ്പം ഈ സൈറ്റിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഈ പറയുന്ന അഡ്മിഷൻസിനെ കുറിച്ചുള്ള ഒരു ഇത് നമുക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് നമുക്ക് അവിടെ ഒരു ലിങ്കായിട്ട് നമുക്ക് കാണാം. ഈ ലിങ്കിൽ പോയി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അഡ്മിഷൻസിൻ്റെ പ്രോസസ്സ്, അപ്പം നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ്റെ ഒരു പ്രോസസ്സുണ്ട്. ഇപ്പം നമുക്ക് ഈ ODL ID ഉണ്ട്, അത് ആദ്യം നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്, ABC അക്കൗണ്ട് എന്ന് പറയുന്നത്, അത് നിർബന്ധമാണ്. അപ്പം ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കണം, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ അഡ്മിഷൻ്റെ പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ പേര്, അങ്ങനെയുള്ള നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഫാദേഴ്സ് നെയിം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം, തെറ്റുകൂടാതെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റുകൾ വന്നു കഴിയുമ്പോഴത്തേക്ക്, നിങ്ങളുടെ പേരിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡാറ്റ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യുന്നതും ഫൈനൽ സർട്ടിഫിക്കറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ നിങ്ങളുടെ അത് ഈ ലിങ്കിലൂടെ നമ്മൾ എൻ്റർ ചെയ്യണം. അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കണം. അതായത് നിങ്ങളുടെ ഫോട്ടോ റെഡിയാക്കി വെക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഇപ്പം ഡിഗ്രി പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങളുടെ +2ൻ്റെ ഇത്, അതേപോലെ തന്നെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെയൊക്കെ കോപ്പീസ് റെഡിയാക്കി വെക്കുക. പിന്നെ അപ്പം ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം നെറ്റ്വർക്ക് ചിലപ്പോൾ ഫാസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ സ്ലോ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പം ഈ അപ്ലോഡ് ചെയ്യാനുള്ള ഇത് കൃത്യമായിട്ട് നമ്മളിത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് അത് ഫാസ്റ്റായിട്ട് നമുക്ക് അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ നെറ്റ്വർക്കിൻ്റെ എന്തെങ്കിലും ഡിലേ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ഇത് ചിലപ്പം ആദ്യം മുതൽ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇപ്പം ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഏത് പ്രോഗ്രാമാണ് നമുക്ക് വേണ്ടത്, അതായത് ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഏത് കോഴ്സാണ് പഠിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യം വേണം. അപ്പം അതിനുവേണ്ടി നമ്മൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് ഓൺലൈൻ പ്രോസ്പെക്ടസ് ആണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പ്രോസ്പെക്ടസ് നമ്മൾ വായിച്ച് നോക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പ്രോസ്പെക്ടസ് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഏതൊക്കെ കോഴ്സുകളുണ്ട് എന്നുള്ളത് നമുക്കതിനകത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം അതിനകത്ത് ഈ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടാവും. പിന്നെ ഒത്തിരി നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പോലെ പ്രോസ്പെക്ടസിൽ നമുക്ക്, അപ്പോൾ ഈ പ്രോസ്പെക്ടസ് 1-2 ദിവസം എടുത്തിട്ട് നന്നായിട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ നമുക്ക് ഈ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നമുക്ക്, അതേപോലെ നമ്മുടെ സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നതിലൊക്കെ നമുക്ക് നല്ലൊരു ഗൈഡൻസ് ഈ പ്രോസ്പെക്ടസിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ പ്രോസ്പെക്ടസിലൂടെ അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല എക്സ്പ്ലനേറ്ററി ആണ്. അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ കോഴ്സിൻ്റെ കോർഡിനേറ്റേഴ്സിൻ്റെ പേരും അവരുടെ നമ്പറും എല്ലാം അതിനകത്ത് അവൈലബിൾ ആണ്.
അപ്പം അവരെ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ കോഴ്സിൻ്റെ സ്ട്രക്ചർ, അതിനകത്ത് എന്തൊക്കെ സബ്ജക്ട്സാണ് ഉള്ളത്. ഇപ്പം നമ്മൾ കുറേ സബ്ജക്ട്സ് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നതിന് പകരമായിട്ട് ഈ പ്രോസ്പെക്ടസ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു ആ സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ചൊരു നല്ല ഗ്രാഹ്യം നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അഡ്മിഷന് മുമ്പായിട്ട് ഈ പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ച് നോക്കുക. അപ്പം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഫോം നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സിൽ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രം മുട്ടത്തറയിൽ നിങ്ങൾക്ക് വന്ന് അന്വേഷിക്കാവുന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ എല്ലാ രീതിയിലുള്ള എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. അതായത് നമ്മളിപ്പോൾ അഡ്മിഷൻ എടുത്തു കൊടുക്കുക എന്നല്ലത്, അങ്ങനെ ഒരു സെഗ്മെൻ്റ് ഉണ്ട് നമുക്ക്. ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ABC അക്കൗണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ABC അക്കൗണ്ട് എടുക്കാൻ വേണ്ടി അതൊരു പ്രോസസ്സ്, അതൊക്കെ ചെറിയൊരു പ്രോസസ്സാണ്. എങ്കിലും അതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു സെക്ഷൻ നമുക്കിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് ഈ ഇഗ്നോർ റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഇത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാം കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഫീ പേയ്മെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന പോലെ ഒന്നെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴിയായിരിക്കണം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ത്രൂ ഒക്കെ ആണ് നിങ്ങൾ. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഗൂഗിൾ പേ അങ്ങനെയുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡോ ഇതൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ സ്വന്തമായിട്ടുള്ള ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് വേണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളൊരു കഫേയിൽ പോയി, ഇൻ്റർനെറ്റ് കഫേയിൽ പോയി ചെയ്യുകയാണെങ്കിൽ ചിലപ്പം അവരുടെ ക്രെഡിറ്റ് കാർഡായിരിക്കും ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പകരം, നിങ്ങളുടെ കാർഡിന് പകരം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള അതിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇപ്പം അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീ എന്ന് പറയുന്നത് റീഇംബേഴ്സ് ചെയ്യും. അത് ചിലപ്പം ഈ പറയുന്നത് പോലെ ഉടനെ തന്നെ ആവത്തില്ല, പക്ഷേ 1-2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഫീ റീഇംബേഴ്സ് ചെയ്ത് അക്കൗണ്ടിലേക്ക് വരും. അപ്പം നിങ്ങൾ ഇപ്പം ആ പേയ്മെൻറ്റ് നിങ്ങൾ ഓൾറെഡി ഈ കഫേക്കാർക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ ഈ റീഇംബേഴ്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരത്തില്ല, മറിച്ച് അത് പിന്നെ അവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും പോകുന്നത്. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധാപൂർവം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്സും നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്സ് തന്നെ ഉപയോഗിച്ച് വേണം ഈ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നടത്താൻ. അപ്പം അത് വളരെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇത് കഴിഞ്ഞ് നിങ്ങളുടെ അഡ്മിഷൻ നോർമലി കൺഫേം ആകാൻ വേണ്ടി ഇപ്പം നമ്മുടെ അഡ്മിഷൻസ് ഇപ്പം ജനുവരി അഡ്മിഷൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ഏകദേശം ഒരു ഡിസംബർ പകുതിയോടുകൂടി തന്നെ നമ്മൾ ജനുവരി അഡ്മിഷൻസ് ഓപ്പൺ ആവും. അതാണ് നമ്മൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ പറയുന്നത് പോലെ UGCയുടെ റെഗുലേഷൻസ് പ്രകാരമാണ് നമ്മൾ പോകുന്നത്. അപ്പം UGC പ്രിസ്ക്രൈബ് ചെയ്യും എന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് പ്രകാരമേ നമുക്ക് ഈ പറയുന്ന പോലെ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റും അഡ്മിഷൻ തുടങ്ങുന്നതും ഒക്കെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തുടക്കം ചിലപ്പം നമ്മളിപ്പം ജനുവരി അഡ്മിഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിസംബറിലെ ഒരാൾ അഡ്മിഷൻ എടുത്തെന്നിരിക്കും. എങ്കിൽ പോലും നമ്മൾ ഈ അഡ്മിഷൻസ് എല്ലാം കൺഫേം ആയി വരുമ്പോഴത്തേക്ക്, അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് നിങ്ങളുടെ ഇതെല്ലാം ഓക്കെ ആണെന്ന് വരുന്നത് വരെ കുറച്ച് സമയമെടുക്കും. അപ്പം അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ എന്ന് പറയുന്നത് കാണിക്കണം. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ ഇപ്പോൾ ഡിസംബറിൽ എടുത്ത ആൾ തന്നെ പറയും എനിക്ക് ഇപ്പം ഫെബ്രുവരി ആയിട്ടും ഈ പറയുന്ന പോലെ അഡ്മിഷൻ കൺഫർമേഷൻ വന്നില്ല എന്ന് ഉണ്ടാവും. പക്ഷേ എല്ലാവരുടെ അഡ്മിഷൻസ് കൺഫേം ആകും. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു പേഷ്യൻസ് നിങ്ങൾ കാണിക്കണം എന്നുകൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു റെഗുലർ സിസ്റ്റത്തിൽ കൊടുക്കേണ്ടതിനേക്കാളും കൂടുതൽ സപ്പോർട്ട് സർവീസ് ഡിസ്റ്റൻസ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ഇഗ്നോ എന്തൊക്കെ സപ്പോർട്ട് സർവീസാണ് അതിൽ ചേർന്ന് കുട്ടികൾക്കായിട്ട് നൽകുന്നത്? അല്ല, ഇപ്പം ഇതിനകത്ത് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പഠിതാക്കളെ നമ്മൾ ലേണേഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പം ഈ ലേണേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസ്പോൺസിബിൾ ലേണേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഉത്തരവാദിത്വമുള്ള ലേണേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം
ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഓരോ പഠിതാക്കൾക്കും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഒരു പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റത്തിൽ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് വരും, അതായത് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ആ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡ് ഉണ്ടാവും. അപ്പം അതിൽ ഈ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന പോലെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പം ഈ പ്രോഗ്രാം ഗൈഡ് നിങ്ങളുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലേണർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡ് എടുത്ത് നന്നായിട്ട് വായിച്ച് നോക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു തരത്തില്ല. പക്ഷെ അപ്പം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്, അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്, all these learners are said to be responsible. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഈസ് വിത്ത് യു. നിങ്ങളാണ് പഠിക്കുന്നത്, നിങ്ങളാണ് നിങ്ങളുടെ പ്രോഗ്രാം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഉണ്ടാകുന്നു. പിന്നെ ഈ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സൈഡ് അല്ലെങ്കിൽ ഇഗ്നോ റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രത്തിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതായത് കൺവെൻഷണൽ സിസ്റ്റത്തിൽ നിങ്ങൾ ക്ലാസ് ഇരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുകയോ എന്നുള്ളത് അത് ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വി ഗിവ് അറ്റ്മോസ്റ്റ് സപ്പോർട്ട് ടു ദി സ്റ്റുഡൻസ്. എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കും. അതായത് അവർ അഡ്മിഷൻ പ്രീ അഡ്മിഷൻസ് തന്നെ, അതായത് അഡ്മിഷന് മുമ്പ് തന്നെ ഒത്തിരി സംശയങ്ങളുണ്ടാവും. അപ്പം ആ കാര്യങ്ങൾ ഒക്കെ നമ്മൾ അവരുടെ ഇത് മാറ്റിക്കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ അഡ്മിഷൻ്റെ സമയത്തുള്ള സപ്പോർട്ട് കൊടുക്കും. അത് അഡ്മിഷന് ശേഷം ഉള്ള കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇത് പിന്നെ പഠനം ഉടനീളം നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതായത് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇവർക്ക് ലേണർ സ്റ്റഡി മെറ്റീരിയൽസ്, അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുമ്പോഴത്തേക്ക് അതെങ്ങനെ പഠിക്കണം, അതായത് അത് എങ്ങനെ തുടങ്ങണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഗ്രാം ഗൈഡ് നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കണം. അപ്പോൾ അതിൽ പറയും ഏതെങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ കാര്യങ്ങളാണുള്ളത്, ഏതൊക്കെ പോർഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതുണ്ടാവും. അപ്പോൾ ഈ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ സ്റ്റഡി മെറ്റീരിയൽസിൽ തന്നെ അത് നിങ്ങളുടെ ഇപ്പോൾ ഒരു MA പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ബ്ലോക്സ് ഉണ്ടാവും, യൂണിറ്റ്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ എങ്ങനെയാണ് അത് പഠിച്ച് പോകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ പറയുന്നത് പോലെ നമ്മുടെ ടീച്ചേഴ്സ്, അതായത് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്കത് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ആണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. പിന്നെ അസൈൻമെൻറ്റ്സ് നമ്മൾക്ക് നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ ഈ പഠനത്തിലുടനീളം നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ കോഴ്സിനും പ്രോഗ്രാമിൽ ഓരോ കോഴ്സിനും ഓരോ അസൈൻമെൻറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അസൈൻമെൻറ്റ് എങ്ങനെ എഴുതണം, അസൈൻമെൻറ്റ് എത്ര പേജ് വേണം, അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സിൽ എങ്ങനെയൊക്കെ ആൻസർ ചെയ്യണം, അസൈൻമെൻറ്റ്സ് എഴുതുന്നത് കൊണ്ടുള്ള എന്താ ഗുണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ അക്കാഡമിക് കൗൺസിലേഴ്സ് അല്ലെങ്കിൽ റീജിയണൽ സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. അത് നമ്മൾ തരുന്ന ഒരു സപ്പോർട്ടാണ്. ഇത് നിങ്ങൾക്ക് റീജിയണൽ സെൻറ്ററിൽ നിന്നല്ല, നിങ്ങളുടെ ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഇതിനുള്ള ഗൈഡൻസ് കിട്ടും. അതേപോലെ തന്നെ പ്രീവിയസ് അസൈൻമെൻറ്റ്സോ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പം എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതും ഒരു സപ്പോർട്ട് സർവീസാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പ്രോജക്ട്സ്, നിങ്ങൾക്ക് പല പ്രോഗ്രാംസിനും പ്രോജക്ട്സ് ഉണ്ടാവും, പ്രാക്ടിക്കൽസ് ഉണ്ടാവും. അപ്പം ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ലേണേഴ്സ് സപ്പോർട്ട്സ് ആണ്. അപ്പം ആ പേര് തന്നെ അവിടെ അതാണ്, നമ്മുടെ LSC എന്നാണ് നമ്മൾ പറയുന്നത്, സ്റ്റഡി സെൻറ്റേഴ്സ് എന്ന് പറയും. പക്ഷേ അതിനകത്തുള്ള ആ പേരിൽ തന്നെ ഉണ്ട് ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്റേഴ്സ് എന്ന് വെച്ചാൽ ഈ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇറ്റ്സ് ഓൺലി എ സപ്പോർട്ട്. അപ്പം ആ സപ്പോർട്ട്സ് നിങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു പഠനത്തിൽ നിങ്ങളൊരു റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് വേണം നിങ്ങൾ ഇത് നിങ്ങളുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ. ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിന് ഈ പറയുന്ന പോലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഓപ്പൺ സിസ്റ്റമാണ്. അപ്പോൾ അതിൽ ഒത്തിരി ഫ്ലെക്സിബിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പറയുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ മിനിമം പീരീഡിൽ തന്നെ, അതായത് നിങ്ങളുടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം 2 വർഷമാണെങ്കിൽ 2 വർഷത്തിലൂടെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം അതിനുള്ള എല്ലാ സപ്പോർട്ടും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓരോ പഠിതാക്കൾക്ക് നൽകുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ സപ്പോർട്ട്, അതായത് പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രത്തിൻ്റെ സപ്പോർട്ട് സർവീസസ് എന്ന് പറഞ്ഞാൽ എക്സലൻറ്റ് സപ്പോർട്ട് സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇഗ്നോയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നൊരു കുട്ടിക്കാണെങ്കിലും അതുപോലെ തന്നെ ഇഗ്നോയിൽ ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികൾക്കാണെങ്കിലും പൊതുവായിട്ട് ഒരുപാട് സംശയങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഇഗ്നോയുടെ ഇവാലുവേഷൻ സിസ്റ്റം, അതിൻ്റെ
ഇപ്പോൾ ഓൾറെഡി നമ്മൾ അസൈൻമെൻറ്റിനെ പറ്റിയും പ്രോജക്റ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു. എന്നാലും അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് കൂടുതലൊന്ന് വിശദീകരിക്കാമോ? അപ്പോൾ നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അതിനകത്ത് 2 മെയിൻ സെഗ്മെൻറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. അതായത് അസൈൻമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു 25 to 30% ഇവാലുവേഷൻ എന്ന് പറയുന്നത് ത്രൂ അസൈൻമെൻറ്റ്സ് ആണ്. പിന്നെ ബാക്കിയുള്ളതാണ് 75% അല്ലെങ്കിൽ 80% ആയിരിക്കും, അല്ലെങ്കിൽ 70% ആയിരിക്കും ടേം ആൻഡ് എക്സാമിനേഷൻസ് എന്ന് പറയും. ടേം ആൻഡ് എക്സാമിനേഷൻ, അതായത് ആ ടേം തീരുമ്പോഴത്തേക്ക്, ആ ടേം ചിലപ്പം 1 year പ്രോഗ്രാം ആണെങ്കിൽ 1 year കംപ്ലീറ്റ്, അതായത് ഇയർലി പ്രോഗ്രാം ആണെങ്കിൽ ടേം ആൻഡ് എക്സാമിനേഷൻ ഇയർലി ആയിരിക്കും, അല്ലെങ്കിൽ സെമിസ്റ്റർ പ്രോഗ്രാം ആണെങ്കിൽ അത് സെമിസ്റ്റർ ആയിരിക്കും അതിൻ്റെ പരീക്ഷ വരുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മളതിനെ ടേം ആൻഡ് എക്സാം, ഏത് ടേം എന്ന് വെച്ചാൽ സെമിസ്റ്റർ ആണെങ്കിൽ സെമിസ്റ്റർ വൈസ് 6 monthsലുണ്ടാവും, ഇയർലി ആണെങ്കിൽ അത് ഇയർ വൈസ് ആയിട്ട് അതിൻ്റെ ടേം ആൻഡ് എക്സാമിനേഷൻ. അപ്പം ടേം ആൻഡ് എക്സാമിനേഷനും അതേപോലെ തന്നെ അസൈൻമെൻറ്റിലൂടെയാണ് നമ്മുടെ മെയിൻ ഇവാലുവേഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. അസൈൻമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അസൈൻമെൻറ്റ്സ് ഓരോ കോഴ്സിനും, അതായത് ഓരോ പ്രോഗ്രാമിലും, ഒരു പ്രോഗ്രാമിൻ്റെ കീഴിൽ ഇപ്പോൾ MA പ്രോഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കീഴിൽ ഒരു 8 കോഴ്സസ് എങ്കിലും കാണും. ഓരോ കോഴ്സിനും ഒരു അസൈൻമെൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഈ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഈ സ്റ്റുഡൻസിൻ്റെ ഇപ്പം നമ്മൾ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് ലിങ്ക് എന്ന് പറയുന്നത് അവിടെ അതിനകത്ത് നമുക്ക് കാണാം, ഒരു ലിങ്കായിട്ട് കാണാം. അപ്പം അതിൽ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ അസൈൻമെൻറ്റ്സ് അങ്ങനെയുള്ള എല്ലാം നമുക്കതിനകത്ത് കാണാം. ഇപ്പോൾ റിസൾട്ട്സ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് സ്റ്റുഡൻസിന് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ലിങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ അസൈൻമെൻറ്റ്സിൽ ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ അസൈൻമെൻറ്റ്സിൻ്റെ നിങ്ങളിപ്പം ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഇപ്പം ജനുവരി 2026 അഡ്മിഷൻസാണ്. അപ്പം 2026 അഡ്മിഷൻസിൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇനി സ്റ്റഡി മെറ്റീരിയൽസ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഈ ഗ്യാൻ ഘോഷിൽ ലഭ്യമാണ്. അപ്പം അത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അസൈൻമെൻറ്റ് നിങ്ങൾ എഴുതണം. ഇപ്പോൾ അസൈൻമെൻറ്റ് എഴുതുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ എഴുതേണ്ട കാര്യമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ അതിൻ്റെ ആൻസർ എവിടെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് അതിന് കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾ എഴുതുകയാണ്. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ പഠനം നടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ അത് അസൈൻമെൻറ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ ഒരു അധ്യാപകൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു രീതിയായിട്ട് തന്നെ നമുക്ക് അത് കൺസിഡർ ചെയ്യാം. അത് കൂടാതെ തന്നെ അസൈൻമെൻറ്റ്സിലുള്ള ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനുകൾ ഈ പറയുന്ന പോലെ ഫൈനൽ ഇയർ അല്ലാതെ നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷനിലും ആ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആവാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അസൈൻമെൻറ്റ്സ് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ടു ദി പോയിന്റ് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത് അപ്പം 25 to 30% എന്ന് പറയുന്നത് അസൈൻമെൻറ്റും, പിന്നെ ബാക്കി അതായത് 70% അല്ലെങ്കിൽ 75% നിങ്ങൾക്ക് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷനിലൂടെയാണ്. അതായത് അവസാന പരീക്ഷ, അതായത് ആ ഇയറിലെ നിങ്ങളുടെ പരീക്ഷ, അവസാനത്തെ പരീക്ഷ എന്ന് പറയുന്നത് അതിലൂടെയാണ് നടത്തപ്പെടുന്നത്. അത് ഈ പറയുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെക്സിബിലിറ്റീസ് ഉള്ളതാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ പുറത്താണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഉണ്ട്. അപ്പം പരീക്ഷ ഈ പറയുന്നത് പോലെ തിയറി പരീക്ഷ ഉണ്ടാവും. അത് നോർമലി നമ്മുടെ പരീക്ഷകൾ ആയിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസംബറിലും ജൂണിലും ആയിരിക്കും നമ്മുടെ പരീക്ഷകൾ കൃത്യമായിട്ട് നടക്കുന്നത്. ഇനി അത് തിയറി എക്സാമിനേഷൻ ആയിരിക്കും. ഇനി ചില പ്രോഗ്രാംസിനൊക്കെ പ്രാക്ടിക്കൽ കോമ്പോണൻസ് ഉണ്ടാവും. അപ്പം അതിൻ്റെ അടുത്ത മാസം, അതായത് ഇപ്പോൾ ഡിസംബറിലാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ ജനുവരിയിൽ അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് ഉണ്ടാവും. ഇനി ജൂണിലാണ് തിയറി പരീക്ഷ നടക്കുന്നുണ്ടെങ്കിൽ ജൂലൈയിലായിരിക്കും അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടാകുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ ചില പ്രോഗ്രാംസിനൊക്കെ നമുക്ക് പ്രോജക്ട്സ് ഉണ്ടാവും, ഇൻറ്റേൺഷിപ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫീൽഡ് വർക്ക് പ്രാക്ടിക്കം ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്നതായിരിക്കും. അപ്പം അതും കൂടി നിങ്ങൾ ആ കൂട്ടത്തിൽ ആ വർഷത്തിലുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ഇയറിലോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് സെക്കൻഡ് ഇയറിലായിരിക്കും, സെക്കൻഡ് ഇയറിലാണെങ്കിൽ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയാണ് നമ്മുടെ എക്സാമിനേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിനേഷൻ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ സാധാരണയായി 45 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ റിസൾട്ടുകൾ വരുന്നതായിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പോയി നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ വെബ്സൈറ്റിൽ ചെന്നിട്ട്
നിങ്ങൾ എൻട്രി ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട്സ് ഏതൊക്കെ പരീക്ഷകൾ എത്രയൊക്കെ മാർക്കുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് സഹിതം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ഗ്രേഡ് കാർഡ് എന്ന് പറയും. ഇപ്പോൾ ഗ്രേഡ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഒതൻറ്റിക് ആയിട്ടുള്ളൊരു റിപ്പോർട്ടല്ല, മറിച്ച് നിങ്ങൾക്കറിയാൻ വേണ്ടി അതായത് പഠിതാക്കൾക്ക് അറിയാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഈ പറയുന്ന പോലെ ഗ്രേഡ് കാർഡ്. അപ്പോൾ ഗ്രേഡ് കാർഡിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്കുകളും അതേപോലെ തന്നെ നിങ്ങളുടെ തിയറി ടേം ആൻഡ് എക്സാമിനേഷൻ മാർക്കുകൾ നിങ്ങൾക്ക് അതിലൂടെ അറിയാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇഗ്നോയ്ക്കുള്ളൊരു പ്രത്യേകത ചാനൽ ബേസ്ഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് ഇഗ്നോ നൽകുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ സ്വയംപ്രഭ ചാനൽ വഴി റീജിയണൽ ലാംഗ്വേജസിലുള്ള കൗൺസിലിംഗ് ക്ലാസ്സസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ? അതെ, നമുക്ക് ഈ കൗൺസിലിംഗ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അക്കാഡമിക് കൗൺസിലേഴ്സ് ഉണ്ട്. ഈ അക്കാഡമിക് കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അധ്യാപകരാണ്. അതേപോലെ തന്നെ ആ പഠിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അക്കാഡമിക് കൗൺസിലിംഗ് നോർമലി നമുക്കൊരു കുറച്ച് ഭാഗം, അതായത് ഒരു 40% ഓൺലൈനുമായിട്ടും അതേപോലെ തന്നെ 60% ഓഫ്ലൈനുമായിട്ടുമാണ് നമ്മുടെ ഈ അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു കോഴ്സിന് ഒരു പ്രോഗ്രാമിന് ഇത്ര കൗൺസിലിംഗ് സെഷൻസ് ഉണ്ടാവും. അതായത് നമ്മൾ ഈ ഓപ്പൺ പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസിൽ നടത്തുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ റെഗുലർ ക്ലാസ്സസ് ഇല്ലയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് അത്ര എക്സ്റ്റെൻസീവായിട്ടായിരിക്കത്തില്ല, മറിച്ച് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മൾ ആ ക്ലാസ്സസ്, അതായത് നമ്മൾ സെഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്യും. അപ്പം നിങ്ങളുടെ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ അധ്യാപകർ വന്ന് നിങ്ങളുടെ അടുത്ത് ഓഫ്ലൈനായിട്ട് നിങ്ങളുടെ അടുത്ത് ക്ലാസ് എടുക്കുന്നത് അത് 60%, അതേപോലെ തന്നെ ഓൺലൈനായിട്ട് 40% നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അത് നമ്മുടെ ക്ലാസ് റൂം ടീച്ചിങ് ആണ്, നമുക്ക് അത് 60%, അതേപോലെ തന്നെ ഓൺലൈനിലൂടെ നമ്മൾ 40%. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ഇത് കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മെറ്റീരിയൽസ് നമുക്ക്, അതായത് നമ്മുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെൽഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, അതായത് നിങ്ങളുടെ പ്രോഗ്രാമിന് ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിങ്ങൾ MA ഒരു പൊളിറ്റിക്കൽ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ആ പ്രോഗ്രാമിന് വേണ്ടിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മളുടെ ഹെഡ്ക്വാർട്ടേഴ്സായ ന്യൂഡൽഹി നിന്ന് നിങ്ങൾക്ക് ബൈ പോസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന സ്റ്റഡി മെറ്റീരിയൽ എത്തുന്നതായിരിക്കും. ഇനി സ്റ്റഡി മെറ്റീരിയൽ ഈ പറയുന്നത് പോലെ വരാൻ താമസം ചിലപ്പം നേരിടാം, എങ്കിൽ പോലും നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഈ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതായത് GYANKOSH GYANKOSH എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ, ആ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ സ്റ്റഡി മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ വന്നില്ല എന്നും പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഈ GYANKOSHിൽ തന്നെ ഇത് കൂടാതെ തന്നെ, ഈ സ്റ്റഡി മെറ്റീരിയൽ കൂടാതെ തന്നെ ഒത്തിരി ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോസ്, അതേപോലെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, അതായത് നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസ് ഒക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഈ GYANKOSH കൂടാതെ തന്നെ നമുക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇപ്പം ഓൾറെഡി 6 ചാനലുകൾ അവൈലബിൾ ആണ്. അപ്പം ഈ ചാനലിലൂടെ ഈ സ്വയംപ്രഭ എന്ന് പറഞ്ഞ ചാനൽസാണ്, അത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ചാനൽസാണ്. ഇപ്പോൾ ഈ ചാനൽസിൽ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്, അതേപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ലെക്ചേഴ്സ് ഉണ്ട്, റെക്കോർഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഈ പറയുന്ന പോലെ ഈ ചാനൽസിലൂടെ നമുക്ക് ലഭ്യമാണ്. ഇത് കൂടാതെ തന്നെ നമ്മളിപ്പം ഇനി കുറച്ചുകൂടെ അഡീഷണൽ ചാനൽസ് നമുക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഏകദേശം 10 ഡെഡിക്കേറ്റഡ് ചാനൽസ് വന്നിട്ടുണ്ട്. അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും ഓരോ പ്രോഗ്രാംസിൻ്റെയും സബ്ജക്ട്സിൻ്റെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ലൈവായിട്ടും അതേപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലേണർ ആയിരിക്കണം. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലേണർ ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലൂടെ അനവധി കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ നോർമലി നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച്
ഒത്തിരി ഈ പറഞ്ഞ ലൈവ് വീഡിയോസ്, ലൈവ് റെക്കോർഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ പ്രോഗ്രാംസിനെ കുറിച്ച് മറ്റ് യൂണിവേഴ്സിറ്റീസിലും ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ സ്റ്റഡി സിലബസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിലൂടെ നേടാവുന്നതാണ്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും അതുപോലെ റീജിയണൽ സെൻറ്ററിനെ പറ്റിയുള്ള ഒരു ഏകദേശം നല്ലൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്, www.igno.ac.in. അതിനകത്ത് ഇഗ്നോയെ പറ്റി, യൂണിവേഴ്സിറ്റിയെ പറ്റിയും അതുപോലെ തന്നെ എല്ലാ റീജിയണൽ സെൻറ്ററുകളെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും അതിനകത്ത് ലഭ്യമാണ്. അതുകൂടാതെ യൂണിവേഴ്സിറ്റിയെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, അതായത് FB, ഫേസ്ബുക്ക്, അതുപോലെ യൂട്യൂബ് ചാനൽ നമ്മൾക്കുണ്ട്, അതുപോലെ ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, അതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് യൂണിവേഴ്സിറ്റിയെ പറ്റിയാണെങ്കിലും അതുപോലെ തന്നെ റീജിയണൽ സെൻറ്ററിനെ പറ്റിയാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതുവരെ നമ്മളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം.